രഹസ്യങ്ങളുടെയും നേലുകളുടെയും കാലഘട്ടമായിരുന്നു ശീതയുദ്ധകാലം. ഇരുമ്പ് മറകൾക്ക് പിന്നിൽ സോവിയറ്റ് യൂണിയൻ ശാസ്ത്രത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി മത്സരിച്ചത് ബഹിരാകാശത്ത് മാത്രമല്ല, സൈനിക മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ ഇരുണ്ട കോണുകളിലും കൂടിയായിരുന്നു. വിശ്വസിക്കാൻ കഴിയാത്തത്ര ഭീകരമായ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ആ വിള്ളലുകളിലൂടെ പുറത്തേക്ക് വന്നു. ഇതൊരു കെട്ടുകഥയായിരുന്നില്ല. തരംതിരിച്ച ഫയലുകളിൽ കുഴിച്ചുമൂടപ്പെട്ടതും നിശബ്ദവും ഉപേക്ഷിക്കപ്പെട്ടതുമായ ലബോറട്ടറികളിൽ പൂട്ടിയിട്ടതുമായ ഭയാനകമായ സത്യത്തിൻ്റെ ശകലങ്ങളായിരുന്നു അവ. ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും, ആ രഹസ്യ കേന്ദ്രത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഏതിരുണ്ട അറിവാണ് അവിടെ പിന്തുടർന്നത്? ഇത് സാധാരണ ശാസ്ത്രീയ പഠനമായിരുന്നില്ല. ലക്ഷ്യം അധികാരമായിരുന്നു, സമ്പൂർണ്ണ നിയന്ത്രണം. സോവിയറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് ആത്യന്തിക സൈനികനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ചുമതല. ഉറങ്ങേണ്ടതില്ലാത്ത, ദിവസങ്ങളോ ആഴ്ചകളോ വിശ്രമമില്ലാതെ പോരാടാൻ കഴിയുന്ന ഒരു സൈനികൻ. ഉറക്കത്തെ കീഴടക്കുന്നതിലൂടെ ശത്രുക്കളെ കീഴടക്കാം എന്നവർ വിശ്വസിച്ചു. ഇത് നേടുന്നതിനായി അവർ ശക്തമായ ഒരു പരീക്ഷണാത്മക ഉത്തേജക വാതകം വികസിപ്പിച്ചു. വിശ്രമത്തിൻ്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു രാസക്കൂട്ടായിരുന്നു ഇത്. അവർ ദൈവത്തെ പോലെ കളിക്കുകയായിരുന്നു. മനുഷ്യജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചക്രത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അവർക്കത് ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നില്ല ചോദ്യം, മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് വില നൽകേണ്ടി വരും എന്നതായിരുന്നു. തങ്ങളുടെ സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് സബ്ജക്റ്റുകളെ ആവശ്യമായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, അപ്രത്യക്ഷമായാൽ ചോദ്യങ്ങൾ ഉയരാത്ത ആളുകൾ, രാഷ്ട്രീയ തടവുകാർ, ഭരണകൂടത്തിന് ശത്രുക്കൾ എന്നിവരൊക്കെ. ഈ വ്യക്തികളെ ജയിലറുടെ ഇരുട്ടിൽ നിന്നും പുറത്തെടുത്ത് സ്വാതന്ത്ര്യം എന്നൊരു മിഥ്യാബോധം നൽകി. വാഗ്ദാനം ലളിതമായിരുന്നു, പക്ഷേ വഞ്ചനാപരവും. 30 ദിവസം ഉറങ്ങാതെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അത് നിരാശയുടെ മഹാസമുദ്രത്തിലെ ഒരു പ്രതീക്ഷയുടെ നേർത്ത കിരണമായിരുന്നു. അവർ ആ അറയിലേക്ക് സ്വമേധയാ നടന്നുപോയി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പേടി സ്വപ്നത്തിലേക്കാണ് അവർ കാലെടുത്ത് വയ്ക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അടച്ചിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ ഏക ബന്ധം ഇന്റർകോമിലൂടെയുള്ള ഒരു അശരീര ശബ്ദവും ഒരു വൺ വേ കണ്ണാടിയിലൂടെയല്ല നിശബ്ദമായ വിധിയും മാത്രം. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റി എഴുതാൻ ഒരു രാസവസ്തു കലർത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉറക്കത്തിൽ സമാധാനം കണ്ടെത്താനുള്ള കഴിവില്ലാതാക്കുന്നു. അതൊരു ശാസ്ത്ര പരീക്ഷണം മാത്രമായിരുന്നില്ല, ശ്രദ്ധാപൂർവ്വം നിർമ്മിച്ച ഒരു പീഡനമുറി കൂടിയായിരുന്നു അത്. ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ തന്നെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരിടം. ഈ സ്ഥലത്തെ നിശബ്ദത അവശേഷിപ്പിച്ച ഊർജം, അത് ഭാരമുള്ളതാണ്, ഇരുണ്ടതാണ്. ആഴത്തിലുള്ള കഷ്ടപ്പാടുകളുടെ കഥയാണ് അത് പറയുന്നത്. പരീക്ഷണം ആരംഭിച്ചു. 5 പേരെയും ഒരടച്ച മുറിയിൽ ഒരുമിച്ച് പൂട്ടിയിട്ടു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൗശലപൂർവ്വം ശാന്തമായിരുന്നു. ഉത്തേജകവാതകം ഉദ്ദേശ രീതിയിൽ പ്രവർത്തിച്ചു. ആളുകൾ ഉണർന്നിരുന്നു, പക്ഷേ ജാഗരൂകരായിരുന്നു. അവർ പരസ്പരം സംസാരിച്ചു. തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും മോഹിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ കഥകൾ പങ്കുവച്ചു. ഉറങ്ങിയില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. സംഭാഷണങ്ങൾ ഇരുണ്ടുപോയി. ആളുകൾ തങ്ങളുടെ കഴിഞ്ഞകാല ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത ഓരോ മണിക്കൂറിലും അവരുടെ ഭ്രാന്ത് വർദ്ധിച്ചു. മുറിയിൽ നിറഞ്ഞു നിന്ന പ്രതീക്ഷ സംശയമായും ഭയമായും മാറി. 5-ാം ദിവസമായപ്പോഴേക്കും അന്തരീക്ഷം പൂർണ്ണമായും മാറി. സബ്ജക്റ്റുകൾ കടുത്ത ഭ്രാന്തിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തി. അദൃശ്യരായ ഗവേഷകരുടെ പ്രീതി നേടുന്നതിനായി തങ്ങളുടെ സഹതടവുകാരെക്കുറിച്ച് അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. വാതകം അവരെ ഉണർത്തുക മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതവരുടെ മനുഷ്യത്വത്തിൻ്റെ പാളികളെ ഉരിച്ചു കളയുകയും അതിനിടയിൽ ക്രൂരവും പ്രാകൃതവുമായ എന്തോ ഒന്ന് വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗവേഷകർ ഓരോ നിമിഷവും അവരുടെ അധപ്പതനം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ക്ലാസിഫൈഡ് ഡേറ്റ. 9 ദിവസത്തിനു ശേഷം നിലവിളികൾ തുടങ്ങി. ഒരു സബ്ജക്റ്റ് മുറിയുടെ നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി.
മണിക്കൂറുകളോളം ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ്റെ തൊണ്ടയിലെ പേശികൾ പൊട്ടി. അവൻ്റെ ശബ്ദം ഇടർച്ചയുള്ളതായി. മറ്റുള്ളവർ പ്രതികരിച്ചില്ല. അവർ തങ്ങളുടെ മൈക്രോഫോണുകളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവരുടെ മനസ്സുകൾ സ്വന്തം നരകങ്ങളിൽ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ മറ്റൊരാൾ നിലവിളിക്കാൻ തുടങ്ങി. ശേഷിക്കുന്ന 2 തടവുകാർ ഭയപ്പെടുത്തുന്ന ശാന്തതയോടെ പ്രതികരിച്ചു. അവർക്ക് നൽകിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് പേജുകൾ കീറിയെടുത്ത് മലമൂത്ര വിസർജനം ചെയ്ത് റൺവേ കണ്ണാടിയിൽ ഒട്ടിച്ച് സ്വയം ഇരുട്ടിലടച്ചു. നിലവിളികൾ നിന്നു. പിന്നെ നിശബ്ദത. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഭയാനകമായ നിശബ്ദത. ഗവേഷകർ മൈക്രോഫോണുകൾ പരിശോധിച്ചു. അവ കേടായെന്ന് കരുതി. എന്നാൽ അവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഓക്സിജൻ സെൻസറുകൾ 5 പേരും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചു. പക്ഷേ ശബ്ദമില്ലായിരുന്നു, ചലനമില്ലായിരുന്നു. പേപ്പർ ഒട്ടിച്ചു വെച്ച ഗ്ലാസിന് പിന്നിൽ ഒരു ശ്മശാനത്തിലെന്ന പോലെ നിശബ്ദത മാത്രം. ശാസ്ത്രജ്ഞന്മാർ പരിഭ്രാന്തരായി. അവർ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്തു. അവസാനം അവർ അറ തുറക്കാൻ തീരുമാനിച്ചു. അവർ നരകത്തിലേക്കുള്ള വാതിലാണ് തുറക്കാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. 15-ാം ദിവസം ഗവേഷകർ ഒരു തീരുമാനമെടുത്തു: അറ തുറക്കുക. അവർ ഉത്തേജകവാതകം ഓഫ് ചെയ്ത് പുതിയ വായു അകത്തേക്ക് പമ്പ് ചെയ്തു. ഇന്റർകോമിലൂടെ അവർ പ്രഖ്യാപിച്ചു: ഞങ്ങൾ അറ തുറക്കുന്നു. വാതിൽ നിന്നും മാറി തറയിൽ കിടക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വെടിവെക്കും. അനുസരിച്ചാൽ നിങ്ങളിൽ ഒരാൾക്ക് ഉടനടി സ്വാതന്ത്ര്യവും ലഭിക്കും. അപ്പോൾ ഉള്ളിൽ നിന്നും നിശബ്ദമായ ഒരു ശബ്ദം മറുപടി പറഞ്ഞു: ഞങ്ങൾക്കിനി സ്വാതന്ത്ര്യം വേണ്ട. ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ആ അടഞ്ഞ മുറിയിൽ സംഭവിച്ച പരിവർത്തനത്തിന്റെ ഭയാനകമായ തെളിവായിരുന്നു അത്. ഉള്ളിലുള്ള മനുഷ്യർ ഇനി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തടവുകാരായിരുന്നില്ല. അവർ പൂർണ്ണമായും മറ്റൊന്നായി മാറിയിരുന്നു. സബ്ജക്റ്റുകളെ പുറത്തെടുക്കാനായി അയച്ച സൈനികർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഭീകരമായൊരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. 5 പേരിൽ 4 പേർ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അതിനെ ജീവിതമെന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ. കഴിഞ്ഞ 5 ദിവസത്തെ റേഷൻ തൊടാതെ കിടക്കുന്നു. പകരം മരിച്ച സബ്ജക്റ്റിൻ്റെ മാംസകഷ്ണങ്ങൾ മുറിയുടെ മധ്യഭാഗത്തുള്ള അഴുക്കുചാലിൽ കുത്തി നിർത്തിയിരിക്കുന്നു. അത് അറയെ 4 ഇഞ്ച് രക്തം നിറഞ്ഞ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾക്ക് ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരിക്കുന്നു. മുറിവുകൾ സ്വയം വരുത്തിയതാണെന്ന് കണ്ടെത്തി. അവർ സ്വന്തം വയറുകൾ കീറി അവയവങ്ങൾ പുറത്തെടുത്തിട്ട് തറയിൽ വെച്ച് അതിനരികിലിരിക്കുന്നു. അവരുടെ ശരീരങ്ങൾ തളർന്നിരുന്നു, പക്ഷേ അവർ ഉണർന്നിരിക്കുകയായിരുന്നു. സൈനികർ ഭയന്നു പോയിരുന്നു. സബ്ജക്റ്റുകൾ മനുഷ്യരഹിതമായ ശക്തിയോടെ തിരിച്ചടിച്ചു. അവരെ അറയിൽ നിന്ന് മാറ്റുമ്പോൾ അവർ വാതകം വീണ്ടും ഓൺ ചെയ്യാൻ നിലവിളിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു. അവർ കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗങ്ങളെപ്പോലെ പോരാടി. ഒരു സൈനികൻ കഴുത്ത് കീറി മരിച്ചു. മറ്റൊരു സബ്ജക്റ്റ് രക്തം വാർന്നു. പക്ഷേ അയാൾ മരിക്കുന്നതിന് മുമ്പ് കൂടുതൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല പോരാടിയത്, തങ്ങളുടെ തടവിൽ തുടരാൻ വേണ്ടിയായിരുന്നു. അവർക്ക് വാതകത്തോട്, ആ ഉറക്കമില്ലാത്ത അവസ്ഥയോട്, അത് സൃഷ്ടിച്ച ഭ്രാന്തിനോട് ഒരാസക്തിയായിരുന്നു. അവർക്ക് നൽകിയ മെഡിക്കൽ ഫെസിലിറ്റീസ് ഭീതിയുടെ ഒരു പുതിയ വേദിയായിരുന്നു. ഒരു സബ്ജക്റ്റിനെ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അയാളുടെ കാലിലെ പേശി പൊട്ടിയിരുന്നു. ഡോക്ടർ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്കിത് ആവശ്യമില്ല, നിങ്ങൾ വെട്ടിമുറിക്കുക. ഓപ്പറേഷൻ ടേബിളിൽ രക്തം വാർന്ന് മരിക്കുമ്പോഴും അയാൾ ഉണർന്നിരുന്ന് ചിരിക്കുകയായിരുന്നു. ശേഷിച്ച സബ്ജക്റ്റുകൾ വീണ്ടും വാതകത്തിനായി ആവശ്യപ്പെട്ടു. അവർക്ക് ഉണർന്നിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഉറങ്ങിയാൽ മരിച്ചു പോകുമെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന ഗവേഷകൻ ഭയത്തോടെയാണെങ്കിലും അവരെ വീണ്ടും അറയിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ടു. അതിജീവിച്ചവരെ അറയിൽ തിരിച്ചടച്ചു. വാതകത്തിനായുള്ള അവരുടെ അപേക്ഷകൾക്കൊടുവിൽ ഉത്തേജകവാതകം വീണ്ടും മുറിയിലേക്ക് ഒഴുക്കിവിട്ടു. അവസാനം അക്രമാസക്തരായ അവർ നിലവിളികൾ നിർത്തി. അവർ ശാന്തരായി. എന്നാൽ EEG മോണിറ്ററുകളിൽ ഭയാനകമായ എന്തോ ഒന്ന് കാണിച്ചു. അവരുടെ മസ്തിഷ്ക തരംഗങ്ങൾ അസാധാരണമായിരുന്നു. അവ ഇടയ്ക്കിടെ താഴ്ന്നു പോവുകയും പിന്നീട് വീണ്ടും ഉയരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ആവർത്തിച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുന്നുണ്ടെന്നും പിന്നീട് ബോധം തിരിച്ചു വരുന്നുണ്ടെന്നും ഇത് സൂചിപ്പിച്ചു. അവർ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നിത്യാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അവസാനത്തെ സബ്ജക്റ്റ്, സംസാരിക്കാൻ കഴിയുന്ന അവസാനത്തെ ആൾ. റൺവേ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ
അയാളോട് ഗവേഷകൻ വിറയലോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാളൊന്ന് പുഞ്ചിരിച്ചു, ഒരു ഭീകരമായ അറിവുള്ള പുഞ്ചിരി. നിങ്ങൾ അത്ര പെട്ടെന്ന് മറന്നുപോയോ? അയാൾ മന്ത്രിച്ചു, ഞങ്ങൾ നിങ്ങളാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞിരിക്കുന്ന ഭ്രാന്താണ് ഞങ്ങൾ. നിങ്ങളുടെ ആഴത്തിലുള്ള മൃഗീയമായ മനസ്സിൽ ഓരോ നിമിഷവും പുറത്തു വരാൻ യാചിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങൾ ഓരോ രാത്രിയിലും നിങ്ങളുടെ കിടക്കയിൽ ഒളിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ കഴിയാത്ത നിങ്ങളുടെ രാത്രികാല സങ്കേതത്തിൽ നിങ്ങൾ നിശബ്ദമാക്കുകയും തളർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗവേഷകൻ ശുദ്ധമായ ഭയത്തിൽ ഒരു നിമിഷം തൻ്റെ പിസ്റ്റളെടുത്ത് സബ്ജക്റ്റിൻ്റെ ഹൃദയത്തിലൂടെ വെടിവെച്ചു. അവൻ്റെ അവസാന വാക്കുകൾ വായിൽ രക്തം നിറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അങ്ങനെ ഏകദേശം സ്വതന്ത്രനായി. ഈ കഥ യാഥാർത്ഥ്യമായാലും കെട്ടുകഥയായാലും നമ്മുടെ ബോധമനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് ഇൻ്റർനെറ്റ് യുഗത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഐതിഹ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ശീതയുദ്ധകാലത്തിലെ യഥാർത്ഥ ഭയത്തിൽ നിന്ന് ജനിച്ച ഒരാധുനിക പ്രേതകഥ. ഇത് നമ്മുടെ പ്രാഥമികമായ ഉത്കണ്ഠകളെ, നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനെ, മനുഷ്യ മനസ്സിൻ്റെ ദുർബലതയെ ധാർമ്മികതയിൽ നിന്നും വേർപെടുത്തുമ്പോൾ സയൻസിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരുണ്ട സാധ്യതകളെ സ്പർശിക്കുന്നു. ഇതിലെ ദൃശ്യങ്ങൾ വളരെ ശക്തമാണ്, അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അതിനാൽ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ കിടക്കാനൊരുങ്ങുമ്പോൾ 2 തവണയെങ്കിലും നമ്മൾ ചിന്തിക്കും, ഇത് യാഥാർത്ഥ്യമായിരുന്നോ എന്ന്. അപ്പോൾ നിങ്ങൾക്കെന്ന് തോന്നുന്നു, ഇത് സത്യമാകുമോ? റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് ഒരു സ്ഥിരീകരിച്ച ഫയലുകളിലും സോവിയറ്റ് യൂണിയൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വെറും ഒരു കഥയായി നിലകൊള്ളുന്നു, കാരണം അതൊരു ആഴത്തിലുള്ള സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മനുഷ്യ മനസ്സ് ദുർബലവും നിഗൂഢമായ ഒന്നാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തെളിവുകൾ ഉള്ളതുകൊണ്ടല്ല ഈ ഐതിഹ്യം ഇന്നും നിലനിൽക്കുന്നത്, മറിച്ച് ഇത് നമുക്ക് നൽകുന്ന ഭയാനകമായ ചോദ്യം കാരണമാണ്. നമ്മൾ ഉറങ്ങുന്നത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോധമനസ്സിന് ഒരിക്കലും വിശ്രമിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ഭീകരജീവിയായിട്ടാണ് നമ്മൾ ഉണരുന്നത്? ഈ കഥ നമ്മളെ ഭയപ്പെടുത്തുന്നു, കാരണം ഇതിൻ്റെ ഉത്തരത്തെ നമ്മൾ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.